ഞാനൊരു യാത്രയിലാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. യാത്രയിൽ ഞാൻ കണ്ട ഒരു പ്രത്യേക വിശേഷത്തെക്കുറിച്ച് പറയാനായിട്ടാണ്. 2 ആഴ്ച മുമ്പ് ഞാൻ ഇവിടെ ഈ ദേശത്തിന്റെ അടുത്തുകൂടെ കടന്നു പോയപ്പോൾ അവിടുത്തെ മരങ്ങളിലൊന്നും ഇലയില്ലായിരുന്നു, പൂവില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഇതിൽ വന്നപ്പോൾ ഇതെല്ലാം പൂത്ത് അതുപോലെ തന്നെ ഇലകളായിരിക്കുന്ന പ്രതീക്ഷയുടെ ഒരു സുഗന്ധം ഇവിടെല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് നമുക്കൊരു വലിയ പാഠം പറഞ്ഞു തരുന്നുണ്ട്. 2011 ന്യൂയോർക്കിൽ സെൻട്രൽ പാർക്കില് മരങ്ങളെല്ലാം മറിഞ്ഞു വീണു. ആ മറിഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ അതിന് കാരണം സെപ്റ്റംബറിലൊക്കെയാണ് മഞ്ഞ് പൊഴിച്ചിൽ വന്നപ്പം ഇലയോടുകൂടി മഞ്ഞ് വീണ കാരണം മരങ്ങളെല്ലാം ഒടിഞ്ഞു വീണു. ഒത്തിരി മരങ്ങൾ 1000 മരങ്ങൾ ഒടിഞ്ഞു വീണു എന്ന് അന്നത്തെ കണക്ക്. തിരുവനന്തപുരം ഇതിന്റെ ഇല പൊഴിക്കുന്നത് ഇലയില്ല. 2 ആഴ്ച മുമ്പ് ഇലയില്ലാഞ്ഞത് മഞ്ഞുകാലമായതുകൊണ്ട് ഇലയോടുകൂടി മഞ്ഞ് വീണാൽ മരത്തിന് കേടാണ്. ഇനി ചില പാഠങ്ങൾ നമുക്ക് പഠിക്കണം. ഒന്ന്, നമുക്ക് പ്രതിസന്ധിയും പ്രയാസം വരും നമ്മുടെ അനുഗ്രഹത്തിന് പ്രതീക്ഷകളും പ്രത്യാശയും കൈവെടിയരുത്. നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അധികം നമ്മളെ പരിശോധിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. കർത്താവ് പറയുന്നില്ലേ, യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഫലം കായ്ക്കേണ്ടത് ചെത്തി വെടിപ്പാണ്. ഫലം കായ്ക്കാത്തതിന് വെട്ടിയെടുത്ത് തീയിലിടിച്ചിട്ടുകയാണ്. പക്ഷെ അത് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് നാം ഓർക്കുക, നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ നന്മയ്ക്കാണെന്നുള്ള ബോധ്യം നമ്മുടെ ദൈവം നമുക്ക് കരുതുന്നതാണ്. ഇപ്പം നോക്കിയാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ചെടികളിലെ ഈ പൂക്കളൊക്കെ നേരത്തെ ഇല വരുന്നത്, പൂക്കളും തളിരും ഒന്നിച്ച് മാവിൽ കണ്ടിട്ടുണ്ടാവും, റബ്ബറിൽ കണ്ടിട്ടുണ്ടാവും. റബ്ബറും പൂക്കളും ഒന്നിച്ച് വരും. അതിന് കാരണമുണ്ട്, ചൂട് താങ്ങാൻ വേണ്ടി ദൈവം ചെയ്യുന്നതാണ്. രണ്ടും കൂടെ ഒന്നിച്ച്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പൂക്കൾ ആദ്യം വരും, അത് കഴിഞ്ഞ ഇലകൾ വരുന്നു. ഇത് നമ്മുടെ പാഠത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ദൈവത്തിൽ അർപ്പിച്ച് ദൈവത്തിന് നല്ല മക്കളായി ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കെടുക്കുന്നു. ദൈവം